ഫുട്ബോളത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ ഒരു ഓർമ്മ കൂടാരമാണ് തിരൂർ പൂഴിക്കുന്നത്ത് അബ്ദുൾ റൌഫിന്റെ വീട്. അന്ന് അവിടെ വോളണ്ടിയറായി സേവനമനുഷ്ഠിച്ച 20-ലേറെ മത്സരങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടു. ലോകകപ്പിന്റെ ഓർമ്മയായ നിരവധി സാധന സാമഗ്രികളാണ് ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഞാനീ നിൽക്കുന്നത് 2022 ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഓർമ്മകൾക്ക് നടുവിലാണ്. അങ്ങനെ പറയുമ്പോൾ ആദ്യം ഒന്ന് അത്ഭുതപ്പെടും, പക്ഷേ അതാണ് സത്യം. ഇത് മലപ്പുറം തിരൂർ പൂഴിക്കുന്ന് സ്വദേശി റൌഫിൻ്റെ സ്വകാര്യ മ്യൂസിയമാണ്. അദ്ദേഹം കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ വളണ്ടിയറായി സേവനമനുഷ്ഠിച്ച ആളാണ്. അന്നത്തെ സേവനത്തിന് ഫിഫ നൽകിയ സമ്മാനങ്ങളും അദ്ദേഹത്തിന് പല പ്രധാന വ്യക്തികളും നൽകിയ സമ്മാനങ്ങളും അദ്ദേഹം ശേഖരിച്ചതുമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ഒരു ചെറിയ മ്യൂസിയം ആണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. ആ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഇതെല്ലാം. ഇതൊക്കെ കഴിഞ്ഞ ലോകകപ്പിൻ്റെ അടയാളങ്ങളാണ്, ഓർമ്മകളാണ്. ശ്രീ റൌഫ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരിക്കൊരു വേൾഡ് കപ്പിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാമല്ലോ. അതെ കുറേയൊക്കെ ഉണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിലെ താങ്കളുടെ ഡ്യൂട്ടി റോൾ? എന്തായിരുന്നു അവിടെ? വളരെ അപൂർവമായിട്ട് കിട്ടുന്ന വളരെ കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. ഈ VIP ലോഞ്ചിൽ പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങൾ, അതായത് അൽബൈത്ത്, ലുസൈൽ, ഈ 2 സ്റ്റേഡിയങ്ങൾ ഉദ്ഘാടനവും ഫൈനലും നടന്ന 2 സ്റ്റേഡിയങ്ങളായിരുന്നു. അതിൽ 2ലും VIP ലോഞ്ചിൽ പിന്നെ ഫ്ലാഗ് പിടിച്ച് നിൽക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഫ്ലാഗ് പിടിച്ച് നിൽക്കുന്ന 2-3 കളിക്ക് അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് VIP ലോഞ്ചിലായതുകൊണ്ട് തന്നെ ചില VIPകൾ അവരെ സ്നേഹപ്രകടനത്തിൽ അങ്ങനെ തന്ന കുറച്ച് സമ്മാനമായിട്ട് തന്ന സാധനങ്ങളും പിന്നെ ഫിഫ വോളണ്ടിയർക്ക് തരുന്ന ഫിഫ തരുന്ന ഔദ്യോഗികമായിട്ട് തരുന്ന ഫിഫ തന്നത് ഏതാ? അതിൽ ഇത് സാധനങ്ങളുണ്ട്. ഇത് ഫിഫ തന്നാണല്ലേ? സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ പ്രസിഡന്റ് സൈൻ ചെയ്ത്, അതേപോലെ ഖത്തർ തമീം ഖത്തർ പ്രസിഡന്റ് ഷെയ്ഖ് തമീം സൈൻ ചെയ്ത ഇതുകൾ, ഇതൊക്കെ VIP ഗിഫ്റ്റുകളാണ്. കളി കാണാൻ പറയുന്ന പുറത്ത് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾക്ക് ഖത്തർ ഗവൺമെന്റ് കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ് ഇതൊക്കെ. അതൊക്കെ കളി കാണാനുള്ള ആക്സസ് കാർഡുകളാണ്. VIP വളണ്ടിയറായിട്ട് നമുക്ക് കിട്ടിയതും ഉണ്ടായിരുന്നു, പിന്നെ ബാക്കി സംഘടിപ്പിച്ചതും ഉണ്ടായി. എത്ര കളി കണ്ടു? 20ഓളം കളി അന്ന് കണ്ടിരുന്നു. അതിന്റെ ബുക്ക് ഓഫ് റെക്കോർഡിലും ആ സമയത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യക്കാരൻ എന്നുള്ള ഇതിൽ സ്റ്റേഡിയത്തിന്റെ മാതൃകയൊക്കെ പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? സ്റ്റേഡിയത്തിന്റെ മാതൃക അവിടുന്ന് ഈ പസിൽ എന്താ പറയുക, അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് മക്കളാണ് അത് ഫിറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ അവിടുന്ന് ബോക്സ് കൊണ്ടുവന്നാണ്. ഫുട്ബോള് എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഫുട്ബോൾ എല്ലാം എല്ലാത്തിൻ്റെ മിനിയേച്ചർ ഉണ്ട്. ഒരു എല്ലാ സാധനങ്ങളും ഇനിയും കൂടുതൽ വിപുലീകരിക്കാൻ തന്നെയാണ് പ്ലാൻ. അടുത്ത വരവിലൊക്കെ കുറച്ചും കൂടി സാധനം കൊണ്ടുവരണം. അവിടുത്തെ ഖത്തറിലല്ലേ ഇപ്പോഴും? അതെ, ഖത്തറിൽ തന്നെയാണ്. എന്തായിട്ട് അവിടെ ഡ്രൈവറാണ്. പിന്നെ തിരിച്ചു പോയിട്ട് വരാൻ നിൽക്കുകയാണ്. തിരിച്ചു പോയിട്ട് വരണം. അപ്പോൾ കൊണ്ടുവരാൻ കൂടുതൽ സാധനമുണ്ട് റൂമിൽ. ഇപ്പോഴും ഉണ്ട്, കുറച്ച് സാധനം കൊണ്ടുവരാൻ ബാക്കിയുള്ളത് അവിടെ ഉണ്ട്. പിന്നെ ഖത്തർ ഒളിമ്പിക് മ്യൂസിയം കമ്മിറ്റി അവർ നമ്മളെ അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ഇതൊരു മ്യൂസിയം ആക്കി എടുക്കാൻ തന്നെയാണ് പ്ലാന്. ഈ പരിമിതമായ സൗകര്യമാണ് എങ്കിലും പിന്നീട് മലയാളി സംഘടനകളൊക്കെ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ മലയാളികളുടെ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഒരു വേൾഡ് കപ്പ് കൂടെയാണ്. അപ്പോൾ അവർക്കൊരു ട്രിബ്യൂട്ടായിട്ട് കൂടെയാണ് ഇത് മാറ്റുന്നത്. അപ്പം മലയാളികൾ സംഘടനമായും ആലോചിച്ചിട്ടും കൂടി. ഇപ്പോഴത്തെ വേൾഡ് കപ്പിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ കളി കാണാറുണ്ടോ? ആരൊക്കെയാണ് ഇത്തവണ സാധ്യത? എന്താണ് ഇപ്പോൾ പുതിയ വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ പുതിയ അറിയാത്ത പരിചയമില്ലാത്ത രാജ്യങ്ങളൊക്കെ വളരെ നല്ല ഫോമിലാണ് വരുന്നത്. പഴയവരൊക്കെ ഒന്ന് ബാക്കിലേക്ക് പോകുന്ന അവസ്ഥ ഒന്നും പ്രവചനാതീതമാണ്. ഫേവറേറ്റ് ടീം അർജന്റീന ആയിരുന്നു. പക്ഷേ ഇപ്പോഴും ആണ്. പക്ഷേ എന്തെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ പുതിയ ടീമൊക്കെ കാണുമ്പോൾ ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട്. ഇല്ലാതില്ല. മൊറോക്കോ അതേപോലെ പുതിയ ടീം വെറുതെ എന്താണെങ്കിലും അപ്പോൾ ഇവിടെ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വീട്ടിലായതുകൊണ്ട് തീർച്ചയായും അങ്ങനെ തന്നെ അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ തന്നെയാണ് വെക്കുന്നത്. എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുള്ള. എന്താണെങ്കിലും ഇത് കുറച്ചുകൂടി വലുതാക്കാനുള്ളൊരു അതിൻ്റെ ശ്രമമായിട്ടുള്ള അതിൻ്റെ ഭാഗം തന്നെയാണ്. പോയിട്ട് കൂടുതൽ സംഘടിപ്പിക്കണം. കൂടുതൽ അതൊക്കെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി പെയിൻറ്റ് ചെയ്താണ്. ചെയ്ത് തന്നെയാണ്.
എന്തായാലും ഒരുപാട് പരിശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പരിശ്രമം ഉണ്ട്. കുറേ സാധനം സംഘടിപ്പിക്കാനൊക്കെ കുറേ പരിശ്രമം അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൈസ മുതൽ മുടക്കുണ്ടായിട്ടുണ്ട്. ഖത്തറിനായിട്ട് ഇങ്ങനെ ഒരു ലോകത്തിൽ വേറെ എവിടെ സൂറിച്ചിൽ ഫിഫൻ്റെ ഉണ്ട്, വേൾഡ് കപ്പ് മ്യൂസിയം ഉണ്ട്, ഖത്തറിലുണ്ട്. പക്ഷെ ഇതൊക്കെ മറ്റുള്ള വേൾഡ് കപ്പും കൂടെ കൂടിയിട്ടുള്ളതാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് വേറെ എവിടെയും ഖത്തർ വേൾഡ് കപ്പിനായിട്ടൊരു മ്യൂസിയം എവിടെയും ഉണ്ടായില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്താണെങ്കിലും വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഓർമ്മകൾ 2022 അർജന്റീനയെ ത്രസിപ്പിക്കുന്ന ജയം നേടിയതിൻ്റെ ഓർമ്മകളൊക്കെ ഇവിടെ എത്തുമ്പോൾ അർജന്റീന ആരാധകർക്കൊക്കെ തോന്നും. കാരണം അത്രമാത്രം അടയാളങ്ങളാണ്. പല പ്രധാനപ്പെട്ട വ്യക്തികളുടെ കൂടെ ഫോട്ടോ ഒക്കെ ഹിഗ്വീറ്റയുടെ കൊടുത്ത ഫോട്ടോ നമുക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് കാണാനും കണ്ടറിയാനൊക്കെ ഇവിടേക്ക് വരാം. ഇത് കുറച്ചുകൂടി വിപുലപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏറെ വൈകാതെ കുറച്ചുകൂടി വലിയൊരു മ്യൂസിയം നമുക്കിവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അഖിലോട്ട് പറഞ്ഞപ്പം CV അനുമോദ്, ന്യൂസ് 18. അപ്പോൾ ഫുട്ബോളത്തിൻ്റെ സമയം ഇപ്പോൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ലോകകപ്പിൻ്റെ 2ാം റൗണ്ട് ആരംഭിക്കുന്നു. ആ കാഴ്ചയിലേക്കൊക്കെ എത്താം. രാവിലെ 7 മണി ബുള്ളറ്റിൽ വീണ്ടും ചേരാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.